ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് ക്യാമ്പസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണ അല്ലെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ അവസാന ഭാഗത്തെ ഒരു 3 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ചോദ്യങ്ങളാണ് അവസാനത്തെ ഭാഗത്ത് വരുന്നത്, എന്തൊക്കെയാണ് അതിൽ നമുക്ക് കൂടുതൽ എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വലിച്ചിടുന്നില്ല, നമുക്ക് ഡയറക്റ്റ് എന്തിലേക്ക് പോവാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നന്നായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ആ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം, അത് എവിടേക്കാണ് വരുന്നത് നോക്കണം. അതേപോലെ തന്നെ കുറച്ച് 3-4 ഇക്വേഷൻസ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആയിട്ട് നമ്മുടെ മിഥുൻ സാറ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. മിഡ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടാവും, ഡിസ്റ്റൻസിന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അതിൽ വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചോദ്യം വായിക്കാം. ദി മിഡ് പോയിന്റ് ഓഫ് ദി സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ ദി പോയിന്റ്സ് ഡി ഇ ആൻഡ് എഫ്. നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകളുടെ മിഡ് പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിൽ 3 സൈഡ്സ് ഉണ്ടാവും. ആ 3 സൈഡ്സിൽ എന്തുണ്ടാവും, ഒരു മിഡ് പോയിന്റ് വെച്ച് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കുറച്ചുകൂടി വ്യക്തത വരാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ വരച്ച് കാണിച്ചു തരുന്നുണ്ട്, ശ്രദ്ധിച്ചോട്ടോ. ഇവിടെ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം മക്കളെ. ഞാനൊരു ഒരു ഒരു ട്രയാങ്കിൾ വരയ്ക്കണം, ശ്രദ്ധിച്ചോട്ടാ. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്, ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കുകയാണ് എ ബി സി എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്, എ ബി സി. ഈ എ ബിയുടെ മിഡ് പോയിന്റ് ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഡി എന്ന് കൊടുക്കുകയാണ്. ഈ ബി സിയുടെ മിഡ് പോയിന്റ് ഞാൻ ഇ എന്ന് കൊടുക്കുകയാണ്. എ സിയുടെ മിഡ് പോയിന്റ് എഫ് എന്ന് കൊടുക്കുകയാണ്. ഗിവൺ ദാറ്റ് കോർഡിനേറ്റ്സ് ഓഫ് ഡി ഇ എഫ്, അതായത് ഡിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,1 ഇത്. ഇയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,5. ദെൻ നമ്മുടെ എഫിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0,3. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിലെ മിഡ് പോയിന്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മിഡ് പോയിന്റ് അടയാളപ്പെടുത്തി ട്രയാങ്കിൾ എ ബി സി എന്നുള്ള എല്ലാം അടയാളപ്പെടുത്തി. എന്താ കണ്ടുപിടിക്കണം നോക്കാം. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് എ ബി സി. അങ്ങനെയാണെങ്കിൽ എയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം, ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം, സിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ മിഡ് പോയിന്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റുക മിഡ് പോയിന്റ് വെച്ച് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കാര്യം ആഡ് ഓൺ ചെയ്യുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. ഈ എയുടെ കോർഡിനേറ്റ് ഞാൻ x1, x2 എന്ന് പറയുന്നു. ഓക്കെ, x1, x2 എന്ന് പറയാണ്. ഇതിനാ x1ഉം ഒരു മിനിറ്റ് കേട്ടോ, x1ഉം y1ഉം എന്ന് പറയാണ്. ഇതിനാ x2ഉം y2ഉം എന്ന് പറയാണ്. ഇതിനാ x3യും y3യും എന്ന് പറയാണ്. ഓക്കെ, 2 കോർഡിനേറ്റ് ഉണ്ടാവില്ല, എക്സിന്റെ കോർഡിനേറ്റ് ഉണ്ടാവും, വൈയുടെ കോർഡിനേറ്റ് ഉണ്ടാവും. ഇവിടെ എക്സിന്റെ കോർഡിനേറ്റ് ഉണ്ടാവും, വൈയുടെ കോർഡിനേറ്റ് ഉണ്ടാവും. ഇവിടെ എക്സിന്റെ കോർഡിനേറ്റ് ഉണ്ടാവും, വൈയുടെ കോർഡിനേറ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തേന x1 എന്നും രണ്ടാമത്തേന y1 എന്നും പറയും. ഇതിനാ x2 എന്നും y2 എന്നും പറയും. ഇതിനാ x3 എന്നും y3 എന്നും പറയും. ഓക്കെ, അപ്പൊ ഞാൻ എ ബി എന്ന് പറയുന്ന വര എടുക്കുകയാണ്. അതായത് എ ബി എന്ന് പറയുന്നതിനെയാണ് ആദ്യം ചെയ്യാൻ പോണത്. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം പഠിച്ചോ. എ ബി എന്ന് പറയുന്നതിൽ ഡി ആണ്, ഡിയുടെ കോർഡിനേറ്റ് ആണ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മിഡ് പോയിന്റിന് ഇക്വേഷൻ വെച്ചാണ് നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. മിഡ് പോയിന്റ് ഇക്വേഷൻ വെച്ചാണ് ഈ എയുടെ കോർഡിനേറ്റിനെയും ബിയുടെ കോർഡിനേറ്റിനെയും സിയുടെ കോർഡിനേറ്റിനെയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം മിഡ് പോയിന്റ് ഇക്വേഷൻ അവിടെ എഴുതാൻ കേട്ടോ. ഞാൻ മിഡ് പോയിന്റ് ഈക്വൽ ടു x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള എന്തിൻ്റെ ഇക്വേഷൻ മക്കളെ, മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ. ഇതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയും വേണം, പഠിക്കുകയും വേണം. മിഡ് പോയിന്റ് ഇക്വേഷൻ ആണ് x1 പ്ലസ് x2 ബൈ 2 y1 പ്ലസ് y2 ബൈ 2. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് എ ബി എന്ന് പറയുന്ന വരയിൽ. ഓക്കെ, ഇതാണ് x1. ഇതേപോലെ തന്നെ ഇക്വേഷൻ എഴുതേണ്ട, മിഡ് പോയിന്റ് ഇക്വേഷൻ എഴുതേണ്ട x1 പ്ലസ് x2
2 y1 plus y2 by 2 ഈക്വൽ ടു മിഡ് പോയിന്റ് 5,1. ഓക്കെ, അതായത് ഇത്രയും ഭാഗം x1 പ്ലസ് x2 ബൈ 2 എന്ന് പറയുന്നത് 5 ആണ്. ഈ y1 പ്ലസ് y2 ബൈ 2 എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഇവിടെ എക്സിന്റെ കോർഡിനേറ്റ് 5 അല്ലേ? ഇപ്പൊ എക്സിനെ കണ്ടുപിടിക്കാൻ പറയണം. ഞാൻ ഇവിടുത്തെ ഇതെനിക്കൊന്നും അറിയില്ല. 5 ആണോ 1 ആണോ എന്ന് എനിക്കറിയില്ല, 5 ആണോ 1 ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കോർഡിനേറ്റ്, ഈ എക്സ് കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ x1 പ്ലസ് x2 ബൈ 2 ചെയ്യണം. ശരിയാണല്ലോ. അതേപോലെ തന്നെ ഈ 1 കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? y1 പ്ലസ് y2 ബൈ 2 ചെയ്യണം. ശരിയാണല്ലേ? അപ്പോൾ ഇവിടത്തെ ഈ മിഡ് പോയിന്റ് കോർഡിനേറ്റ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ എഴുതി വെക്കുക. ശേഷം ആ മിഡ് പോയിന്റ് എഴുതാം. ഇനി ഞാൻ ചെയ്യാൻ പോണത് ആദ്യം ഈ ഒരു ഭാഗത്തിന് x1 പ്ലസ് x2 ബൈ 2 ഈക്വൽ ടു 5. ദെൻ ഈ ബൈ 2 ഞാൻ അപ്പുറത്തേക്ക് കൊടുക്കുകയാണ്. ഞാൻ എന്താക്കി? x1 പ്ലസ് x2 ഈക്വൽ ടു 5 ഇൻറ്റു 2. ദെൻ x1 പ്ലസ് x2 ഈക്വൽ ടു 10 കിട്ടി. ഇത്രയും ഞാൻ ചെയ്തു വെച്ചു. ഇതേപോലെ തന്നെ വൈയുടെ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. കണ്ടോ, ദേ y1 പ്ലസ് y2 ബൈ 2 ഈക്വൽ ടു 1. ശേഷം y1 പ്ലസ് y2 ഈക്വൽ ടു 1 ഇൻറ്റു 2. ദെൻ y1 പ്ലസ് y2 ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യമാണ് ഞാൻ ചെയ്തത്. ആദ്യം എന്ത് ചെയ്തു? മിഡ് പോയിന്റ് ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതി തന്നു. ശേഷം ഈ എ ബി എന്ന് പറയുന്ന വരയുടെ മിഡ് പോയിന്റ് ആണ് ഡി. അപ്പൊ ഞാൻ എന്തേ എ ബിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എഴുതി, മിഡ് പോയിന്റ് എഴുതി. ഈ x1 പ്ലസ് x2 ബൈ 2 എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? അപ്പൊ അതിനെ ഇക്വേറ്റ് ചെയ്തു. x1 പ്ലസ് x2 ബൈ 2 ഈക്വൽ ടു 5. അത് ഞാൻ ഈ ബൈ 2 അപ്പുറത്തേക്ക് കൊടുത്ത് ഇൻറ്റു 2 ആക്കി 10 ആക്കി. ശേഷം ഇവിടെ നോക്കി y1 പ്ലസ് y2 ബൈ 2, ഈ ബൈ 2 അപ്പുറത്തേക്ക് കൊടുത്തപ്പോൾ ഇൻറ്റു 2y അല്ലേ? അപ്പോൾ y1 പ്ലസ് y2 ഈക്വൽ ടു 2. ഇതേപോലെ തന്നെ എ ബിയുടെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ബി സിയുടെയും ചെയ്യണം, എ സിയുടെയും ചെയ്യണം. നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ അപ്പുറത്തെ പേജിൽ ബി സിയുടെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ബി സിയുടെ ചെയ്യാൻ പോവുകയാണ്. അപ്പോ ബി സിയുടെ ചെയ്യുമ്പോൾ മിഡ് പോയിന്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ? x2 ഉം y2 ഉം x3 ഉം y3 ആണ്. അപ്പൊ എഴുതേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെ എഴുതണം മക്കളെ? എങ്ങനെ എഴുതണോടാ? x2 പ്ലസ് x3 ബൈ 2 y2, ഒരു മിനിറ്റ് കേട്ടോ, ഇവിടെ 3 ആയിക്കോട്ടെ. 3 y2 പ്ലസ് y3 ബൈ 2 ഈക്വൽ ടു, അതിൻ്റെ മിഡ് പോയിന്റ് ശ്രദ്ധിച്ചെഴുതി വെക്കണം, 6,5 അല്ലേ? 6,5. ദെൻ ഈ x2 പ്ലസ് x3 ബൈ 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ നമുക്ക് എഴുതാം x2 പ്ലസ് x3 ബൈ 2 ഈക്വൽ ടു 6. ശേഷം ഈ ബൈ 2 അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ എന്താക്കാം? x2 പ്ലസ് x3 ഈക്വൽ ടു 6 ഇൻറ്റു 2. x2 പ്ലസ് x3 ഈക്വൽ ടു 12. ഓക്കെ, ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു വെച്ചല്ലേ. ഇനി വൈയുടെ ചെയ്ത് നോക്കാല. വൈയുടെ ആരായിരുന്നു? 5. അപ്പോൾ y2 പ്ലസ് y3 ബൈ 2 ഈക്വൽ ടു 5. ശേഷം y2 പ്ലസ് y3 ഈക്വൽ ടു 5 ഇൻറ്റു 2. ശേഷം y2 പ്ലസ് y3 ഈക്വൽ ടു 10. അതും അവിടെ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ആരെ കണ്ടുപിടിക്കാം മക്കളെ? നോക്കിക്കോട്ടോ. എ ബി കണ്ടുപിടിച്ചു, ബി സി കണ്ടുപിടിച്ചു, ഇനി എ സിയും കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ എ സിയുടെ ആ കോർഡിനേറ്റുകൾ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നോട്ടോ. x1 പ്ലസ് x3 ബൈ 2 y1 പ്ലസ് y3 ബൈ 2 ഈക്വൽ ടു എത്രയാണ് മക്കളെ? മിഡ് പോയിന്റ് 0,3. ഓക്കെ, 0,3. അതായത് ഇതിന്റെ കോർഡിനേറ്റ് x1 പ്ലസ് x3 ബൈ 2ന്റെ കോർഡിനേറ്റ് 0യും y1 പ്ലസ്
y3/2ന് കോർഡിനേറ്റ് 3. അപ്പൊ എഴുതാലോ, ദേ കണ്ടോ എങ്ങനെ എഴുതാം ശ്രദ്ധിച്ചിരുന്നോട്ടോ ഒന്ന്. ഓക്കെ, x1 plus x3/2 equal to 0. Then by 2 അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ x1 plus x2 equal to 0 into 2. Then x1 plus x2 equal to 2 into 0 എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, അടുത്ത് എഴുതാലോ y1 plus y3/2 equal to 3. Then y1 plus y3 equal to 3 into 2. Then y1 plus y3 equal to 6. ഓക്കെ, അങ്ങനെ ഇതെല്ലാം നമ്മൾ ഭംഗിയായിട്ട് എന്ത് ചെയ്തു വെച്ചല്ലേ, എല്ലാത്തിനും ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇനി ഓരോന്നിനെടുത്ത് എഴുതുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ. ഞാനിവിടെ എക്സിൻ്റെ ടേമിൻ്റെ ഇക്വേഷൻ ഒരുമിച്ച് എഴുതുന്നുണ്ട്, വൈയുടെ ടേമിൻ്റെ ഇക്വേഷൻ ഒരുമിച്ച് എഴുതുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഒരു വര ഇടുന്നുണ്ട്, ശ്രദ്ധിച്ചിരുന്നോളേ. ആദ്യം തൊട്ടപ്പുറത്ത പേജിൽ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലെ, രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് x1 plus x2 equal to 2. x1 plus x2 equal to 10 ഞാനിവിടെ എഴുതി വെച്ച്. ഓക്കെ, ഇനി തൊട്ടിപ്പുറത്തുള്ളത് y ആണ്, അതിപ്പോൾ എഴുതണ്ട, ഞാൻ പറയും എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു എക്സിന്റെ ഇക്വേഷൻ വരുന്നുണ്ട് അല്ലേ. എന്താ, x2 plus x3, x2 plus x3 equal to 12 എന്ന് വരുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് x1 plus x2 plus x2 equal to 0 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാനത് അവിടെ എഴുതി വെച്ച്. ഇനി ഈ മൂന്നെണ്ണത്തിന് ഞാൻ ആഡ് ചെയ്യണ്ട, കൂട്ടേണേ, ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. നോക്കിയേ, ഇവിടെ x1ഉം x1ഉം രണ്ട് x1 ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് എഴുതും, 2x1 എന്ന് എഴുതും. പ്ലസ് രണ്ട് x2കൾ ഉണ്ട്, അപ്പോൾ 2x2 എന്ന് എഴുതും. ദെൻ നോക്കിയേ, രണ്ട് x3കൾ ഉണ്ടല്ലേ, രണ്ട് x3കൾ ഉണ്ട്. അപ്പൊ 2x3 ഈക്വൽ ടു ഇത് മൊത്തത്തിനെയും കൂട്ടുമ്പോൾ 22 വരും നമുക്ക്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് കോമൺ ആയിട്ടുള്ള 2 ആണ്. അപ്പൊ ഈ 2ന് എല്ലാത്തിനും ഞാൻ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ 2 into x1 plus x2 plus x3 equal to 22. ഓക്കെ, ഇനി ഈ ബൈ 2നെ ഇൻറ്റു 2നെ ഞാൻ അപ്പുറത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ x1 plus x2 plus x3 equal to 22/2. Then x1 plus x2 plus x3 equal to 11 കിട്ടും. ഓക്കെ, ഇത് മൂന്നും കൂട്ടിയത് എന്താണ് മക്കളെ, 11 കിട്ടേണ്ട. അതിനുശേഷം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ മക്കളെ, ഇവിടെ നോക്കിയാൽ മക്കളെ x1ഉം x3യും കൂട്ടിക്കഴിഞ്ഞാൽ 0 ആണ്. ഞാൻ ഇവിടെ തൊട്ട് സൈഡിൽ എഴുതാണ്ട് x1 plus x3 equal to 0. അപ്പോൾ ഇവിടെ നമുക്ക് x1 ഉണ്ട് x3 ഉണ്ട്, ഇതിനെ ആഡ് ചെയ്യാൻ വേണ്ടിണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് തിരിച്ചെഴുതുന്നുണ്ട് കേട്ടോ. x1 plus x3 plus x2 equal to 11. ഓക്കെ, അപ്പൊ x1ഉം x3യും കൂട്ടിക്കഴിഞ്ഞാൽ 0 പ്ലസ് x2 equal to 11. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലായി, x2 എന്ന് പറയുന്നത് 11 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, x1 plus x2 equal to 10 എന്നിവിടെ പറഞ്ഞു. അപ്പോ x2 നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 11 കിട്ടി. അപ്പൊ ഇവിടെ കൊടുക്കുക, എന്ത് കൊടുക്കുക, x1 plus 11 equal to 10. ദെൻ ഈ ഏതിനാണ് മക്കളെ കൊടുക്കേണ്ടത്, അപ്പുറത്തേക്ക് ഈ പ്ലസ് 11ന് അപ്പുറത്തേക്ക് കൊടുക്കുക, ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പൊ x1 equal to 10 minus 11 എഴുതാം. ദെൻ x1 equal to -1 എഴുതാം. ഓക്കെ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇനി x1നും കിട്ടി. ഇനി ആരെ കണ്ടുപിടിക്കുക, x3നെ കണ്ടുപിടിക്കുക കേട്ടോ. ഞാൻ ഈ ഒരു ഇക്വേഷൻ എഴുതുന്നുണ്ട്, x1 plus x3 equal to 0. x1 എന്നുള്ളത് -1 ആണെന്ന് അറിയാം. -1 plus x3 equal to 0. then ഈ -1ന് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ x3 equal to 0 plus 1. then x3 equal to 1. ഓക്കെ, അപ്പോൾ എക്സിന്റെ കോർഡിനേറ്റ്സിന് എല്ലാത്തിനും നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാ, ഓരോ ഇക്വേഷൻ എടുത്ത് എഴുതി, എക്സിന്റെ ഓരോ ഇക്വേഷൻ എടുത്ത് എഴുതി. x1 plus x2 10 ആണ്, x2 plus x3
h2 പ്ലസ് x3 12 ആണ്. ദെൻ h1 പ്ലസ് x3 എന്ന് പറയുന്നത് 0 ആണ്. അവിടെ നിന്ന് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിച്ചു? x2നെ കണ്ടുപിടിച്ചു, ശേഷം h1നെ കണ്ടുപിടിച്ചു, ശേഷം x3നെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി വൈയുടെ കോർഡിനേറ്റ് എല്ലാത്തിനും വൈയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. നോക്കാം, വൈയുടെ കോർഡിനേറ്റ് ഞാൻ തൊട്ടപ്പുറത്തെ പേജിൽ എല്ലാത്തിനും എഴുതാണ്ട് കേട്ടോ. അപ്പൊ ആദ്യം എന്ത് എഴുതും? ദേ y1 പ്ലസ് y2 ഈക്വൽ ടു 2 എഴുതാൻ പോണ്. y1 പ്ലസ് y1 പ്ലസ് y2 ഈക്വൽ ടു 2 എഴുതി. ഇനി അടുത്തത് ഇവിടെ നോക്കിയേ, y1 പ്ലസ് y3 y1 പ്ലസ് y1 പ്ലസ് y3 ഈക്വൽ ടു 6 എന്ന് എഴുതി. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ദേ ഇവിടെ എവിടെയാണ് മക്കളെ? ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടാവുമല്ലോ, y2 പ്ലസ് y3 y2 പ്ലസ് y3 y2 പ്ലസ് y3 ഈക്വൽ ടു എത്രയായിരുന്നു മക്കളെ? എവിടെ നോക്കിയടാ? 10 ആയിരുന്നു അല്ലേ? 10. ഇതിനെല്ലാത്തിനും ഞാൻ കൂട്ടേണ്ട, ശ്രദ്ധിച്ചോ. y1ഉം y1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 2y1 പ്ലസ് y2ഉം y2ഉം കൂടി കഴിഞ്ഞാൽ 2y2, ദെൻ y3ഉം y3ഉം കൂടി 2y3 ഈക്വൽ ടു 16ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 18 കിട്ടി. ഈ കോമൺ 2നെ പുറത്തേക്ക് വരുമ്പോൾ 2 ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് y3 ഈക്വൽ ടു 18. ഈ ഇൻറ്റു 2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ y1 പ്ലസ് y2 പ്ലസ് y3 ഈക്വൽ ടു 18/2, ശേഷം y1 പ്ലസ് y2 പ്ലസ് y3 ഈക്വൽ ടു 9 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്നിനെയും സ്പെസിഫിക് ആയിട്ട് എടുത്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോട്ടെ മക്കളെ. ഇവിടെ ആദ്യം നോക്കിയേ, y1ഉം y2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 2 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ y1 y2 എന്ത് കൊടുക്കാം? 2 പ്ലസ് ഇനി y3 ഈക്വൽ ടു 9, ശേഷം ഈ പ്ലസ് 2നെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊടുക്കുകയാണ്. y3 ഈക്വൽ ടു 9. ഓക്കെ, പ്ലസ് 2നെ അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ -2, ദെൻ y3 ഈക്വൽ ടു 7. ഇനി ഇവിടെ നിന്ന് ഓരോന്നും കിട്ടുമല്ലോ. ഇനി y3 7 കിട്ടി. ഇനി ഈ ഇക്വേഷൻ എടുത്ത് എഴുതാം, y2 പ്ലസ് y3 ഈക്വൽ ടു 10. അപ്പോൾ y3 എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ ഇങ്ങനെ എഴുതാം, y2 പ്ലസ് 7 ഈക്വൽ ടു 10 പ്ലസ് 7 ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ y2 ഈക്വൽ ടു 10 മൈനസ് 7 y3 ഈക്വൽ ടു 3. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതണം? y1 കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഇവിടെയാണ് y1 വരുന്നത്. അപ്പൊ നമുക്ക് എഴുതാം y1 പ്ലസ് y3 ഈക്വൽ ടു 6 എന്ന് എഴുതാം. ദെൻ y1 പ്ലസ് y3 കണ്ടുപിടിച്ച് ഇവിടെയാണ് 7 ആണ്, 7 എന്ന് കൊടുക്കുക, ഈക്വൽ ടു 6 കൊടുക്കുക, ശേഷം y1 ഈക്വൽ ടു ഈ പ്ലസ് 7 ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊടുക്കുക, 6 മൈനസ് 7, ദെൻ y1 ഈക്വൽ ടു -1. ഇനി ആ കോർഡിനേറ്റുകൾ നമുക്ക് എടുത്ത് എഴുതാനുണ്ട്. വൈയുടെ കോർഡിനേറ്റ് ഉണ്ട്, എക്സിന്റെ കോർഡിനേറ്റുകൾ ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ആരെ നോക്കാം? എക്സിന്റെ കോർഡിനേറ്റുകൾ നോക്കാം. ഇവിടെയാണ് x1ഉം y1 ഒക്കെ വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ x1 നമുക്ക് വരുന്നത് എത്രയാണ് നോക്കാം? -1 ആണ് x1 വരുന്നത്. അപ്പൊ നമുക്ക് തെറ്റിക്കാണ്ട് തന്നെ കൊടുക്കാം, -1 കൊടുക്കാം, കോമ. ദെൻ x2 എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ നമുക്ക് കൊടുക്കാം x2 ഇവിടെയാണ് വരാ, 11 കൊടുക്കാം. ദെൻ x3 എന്ന് പറയുന്നത് 1 ആണ്. x3 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് എക്സിന്റെ കോർഡിനേറ്റുകൾ എല്ലാത്തിനെയും നമ്മൾ കൊടുത്തു. ശേഷം വൈയുടെ കോർഡിനേറ്റ് എടുക്കുക. y1 വരുന്നത് -1 ആണ് കേട്ടോ. y1 വരുന്നത് -1 ആണ്. y1 വരുന്നത് -1 ആണ്. ശേഷം y2 വരുന്നത് 3 ആണ്. y2 വരുന്നത് 3 ആണ്. അതിനുശേഷം നമുക്ക് y3 വരുന്നത് 7 ആണ് കേട്ടോ. y3 വരുന്നത് 7 ആണ്. ഇത്രയാണ് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. ആ എയുടെയും ബിയുടെയും സിയുടെയും കോർഡിനേറ്റുകൾ അടയാളപ്പെടുത്താം. മിഡ് പോയിന്റ് തന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തി. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യം ദേ മക്കളെ, ഒരു ചെറിയൊരു ചോദ്യമാണ്, പക്ഷെ ഒരുപാടൊന്നുമില്ല, വായിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് ഗ്രാഫ് പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് മെഷർമെന്റ് എടുത്ത് വരയ്ക്കണം. കറക്റ്റ് മെഷർമെന്റ് എടുത്ത് എല്ലാവരും വരയ്ക്കണം കേട്ടോ, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഉത്തരങ്ങൾ എന്താണെന്നുള്ളത് കേട്ടോ. ഓക്കെ, എ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് program displays image in a rectangular screen whose coordinate system has the origin at the bottom left corner. The screen is 800 pixel wide and 600 pixel high.
a circular icon of radius 8 and 80 pixel is drawn with its center at the point A 100, 150 and another circular icon of radius 100 pixel is drawn with its center at the point B 215, 230. Determine whether any parts of the other circle lies outside the screen. രണ്ടാമത്തെ ചോദ്യം ഇത് ഒരുപാട് അങ്ങോട്ട് ഞാൻ ഇങ്ങനെ വായിച്ചു പോയല്ലേ, ഇതൊന്നും പറഞ്ഞു തന്നില്ല എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഡിസ്പ്ലേയിൽ ഇമാജിൻ ചെയ്യാനാണ് പറഞ്ഞേക്കണം. ഒരു റെക്ടാങ്കുലർ സ്ക്രീൻ കേട്ടോ, ഒരു റെക്ടാങ്കുലർ സ്ക്രീൻ. ഓക്കെ, ഒരു റെക്ടാങ്കുലർ സ്ക്രീൻ ഞാൻ ഇമാജിൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ whose coordinates system has origin the bottom of left corner. അപ്പോൾ നമുക്കൊരു റെക്ടാങ്കുലർ സ്ക്രീൻ ഉണ്ട്, അതിൽ 800 പിക്സൽ വൈഡ്. ഇവിടെ താഴത്തെ ഭാഗത്ത് 800 പിക്സൽ, അതായത് നമ്മുടെ ആ കോർഡിനേറ്റ് മാർക്ക് ചെയ്യില്ലേ, ഇവിടെ 0 കൊടുക്കാം, ഇവിടെ 0 കൊടുക്കാം, ഇവിടെ 100 കൊടുക്കാം, ഇവിടെ 200 കൊടുക്കാം, ഇവിടെ 300 കൊടുക്കാം, ഇവിടെ 400 കൊടുക്കാം, ശേഷം 500 കൊടുക്കാം. ഞാനൊന്ന് മാറ്റി കുറച്ചും കൂടി ഒന്ന് വൈഡ് ആക്കി വരയ്ക്കാം കേട്ടോ. ഓക്കെ ശ്രദ്ധിച്ചിരുന്നോളാം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോളാം. 500, 600, 700, 800. ഓക്കെ, ദെൻ ഇനി ഹൈറ്റ് വരുന്നത് 100, 200, ദെൻ 300, ദെൻ 400, ദെൻ 500, ദെൻ 600. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 800 പിക്സൽ വൈഡും ശേഷം 600 പിക്സൽ ഹൈറ്റും. എ സർക്കിൾ ഐക്കൺ ഓഫ് റേഡിയസ്, അതായത് നമ്മളോട് സർക്കിൾ വരയ്ക്കാൻ പറയുന്നതിൻ്റെ ഉള്ളിൽ, അതായത് 80 റേഡിയസ് ആയിട്ടുള്ളത്, 80 റേഡിയസ് പിക്സൽ കേട്ടോ. ഈ ഒരു 0 to 100 ആ ഒരു ഭാഗത്തിനാണ് ഒരു 100 പിക്സൽ എന്ന് പറയുക. ഇത് 200 പിക്സൽ അങ്ങനെ കേട്ടോ. ആ ഒരു പോർഷൻ, ഇത്രയും പോർഷനാണ് എന്താ പറയുക പിക്സൽ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഒരു 80 റേഡിയസ് പിക്സലിന് ഡ്രോൺ സർക്കിൾ വരയ്ക്കണം. ആ സർക്കിൾ വരയ്ക്കേണ്ട സെന്റർ അറ്റ് പോയിന്റ്, സർക്കിളിന്റെ സെന്റർ വരുന്നത് 100, 150 ആണ്. അപ്പോൾ 100 വരുന്നത് ഇവിടെയാണ് എന്ത് വരാ 100 വരാ, ഇവിടെയാണ് 150 വരാ. ഈ ഒരു പോയിന്റ് കുത്തിയിട്ട് 80 ഡിഗ്രി റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ പിക്സൽ ഞാൻ പറഞ്ഞു 0 to 100 വരെയാണ് ഒരു പിക്സൽ എന്ന് പറയാം, ഒരു 100 പിക്സൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 80 പിക്സലാണ്. 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും ഭാഗം കോമ്പസിലാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെന്ററിൽ കുത്തിയിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ദെൻ നോക്കിയോ, അനദർ സർക്കുലർ റിംഗ് ഐക്കൺ ഓഫ് റേഡിയസ് 100 പിക്സൽ. അപ്പൊ അടുത്ത സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 100 പിക്സൽ ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ ഈ 0 to 100 വരെയും കോമ്പസിൽ അളക്കുക. മാർക്ക് ചെയ്യേണ്ട ഭാഗം സെന്ററിന്റെ പോയിന്റ് 250 to 230. അപ്പൊ 250 വരുന്നത് ഏകദേശം ഇവിടെയാണ്, 250 വരാ, 230 വരാ ഏകദേശം ഈ ഒരു ഭാഗത്തായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സർക്കിളിന്റെ സെന്ററിൽ കുത്തി എന്ത് വരയ്ക്കാൻ പറഞ്ഞു, ഒരു 100 ഡിഗ്രിയുടെ ഒരു 100 ഡിഗ്രി എന്ത് വരയ്ക്കാൻ പറഞ്ഞു, ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു. ഓക്കെ, ഏകദേശം പിക്ചർ ഇങ്ങനെ ഒരു രൂപത്തിലേക്കും വരാം. അപ്പോൾ ഇനി ആദ്യത്തെ ചോദ്യം, എനി പാർട്സ് ഓഫ് സർക്കിൾ ലൈറ്റ് ഔട്ട്സൈഡ് ദി സ്ക്രീൻ. ഇവിടെ ഈ സർക്കിൾ വരച്ചപ്പോ ഈ റെക്ടാങ്കുലർ സ്ക്രീനിന്റെ പുറത്തേക്ക് പോയിട്ടുണ്ടോ? പുറത്തേക്ക് പോയിട്ടില്ല. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? നോ, പോയിട്ടില്ല. ഓക്കെ, ദെൻ വെദർ ദി ടു സർക്കിൾ ഇന്റർസെക്ട് ഈച്ച് അതർ. നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് രണ്ട് സർക്കിളും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ടോ ചോദിച്ചേക്കണം. ശരിയല്ലേ? രണ്ട് സർക്കിൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? യെസ്, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു 80 പിക്സല്, ഈ ഒരു 100 പിക്സല് എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ നിൽക്കരുത്. ഓക്കെ, അതായത് ഇത്രയും ഈ 0 to 10 ആണ്, 0 to 100 ആണ് ഒരു 100 പിക്സൽ എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾ ഇത്രയൊക്കെ എടുത്താൽ മതി. 100 എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എടുക്കാം, സെൻട്രിൽ കുത്താ, അങ്ങോട്ട് സർക്കിൾ വരയ്ക്കാം. അപ്പൊ രണ്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ ഇന്റർസെക്ട് ചെയ്യും, ഉറപ്പാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇതാണ് അടുത്ത ചോദ്യം കേട്ടോ. പ്ലോട്ട് ദി പോയിന്റ്സ് എ 2,1, b -1, -1,2, c -2, -1, d 1, -2 in the coordinate plane. Is ABCD a square? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞേക്കുന്നത് പ്ലോട്ട് ദി പോയിന്റ്, അതായത് ഈ പോയിന്റുകൾ നമുക്ക് മാർക്ക് ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ പോയിന്റുകൾ മാർക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ പോയിന്റുകൾ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ചോട്ടെ. ഞാൻ എന്ത് ചെയ്യും?
ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുകയാണ്. ശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, നടുക്ക് 0 ഒറിജിൻ 1 2 3 4 5, then -1 -2 -3 -4. Okay, then 1 2 3 4, then -1 -2 -3 -4. Okay, നമുക്ക് ആ കോർഡിനേറ്റ് അങ്ങോട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ കേട്ടോ, 2,1 2,1 എല്ലാവർക്കും അറിയാം, ഇവിടെയാണ് 2,1 അറിയാം. ഓക്കെ, then -1, -2 -1,2 -1,2, then -2, -1 -2, ഇവിടെ -2, -1, then 1, -2 1, -2 1, -2. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത് ഒരു സ്ക്വയർ ആണോ? ഈ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആണോ? ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ വരച്ച് കണ്ടു കഴിഞ്ഞാൽ സ്ക്വയർ ആയിട്ട് തോന്നൂല. കാരണം ഞാനൊരു കറക്റ്റ് മെഷർമെന്റിലല്ല മക്കളെ വരച്ചത് കേട്ടോ. കറക്റ്റ് എന്തായിട്ടല്ല വരച്ചത്, കറക്റ്റ് ഒരു മെഷർമെന്റിലല്ല വരച്ചത്. നമുക്ക് നോക്കാം ഇതൊരു സ്ക്വയർ ആണെന്ന് നോക്കാം. സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എയുടെ കോർഡിനേറ്റ് 2,1 ആണ്, ബിയുടെ കോർഡിനേറ്റ് -1,2 ആണ്, സിയുടെ കോർഡിനേറ്റ് -2, -1 ആണ്, ലാസ്റ്റ് ഡിയുടെ കോർഡിനേറ്റ് 1, -2 ആണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഈസ് ABCD എ സ്ക്വയർ? അതായത് ABCD എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റണം. എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? സ്ക്വയർ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇതിന് എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ കോർഡിനേറ്റ്സ് ആണ് എല്ലാ സൈഡിന്റെ കോർണറിലുള്ള എല്ലാ സൈഡിന്റെ ലെങ്ത് തന്നിട്ടില്ല അല്ലേ? അപ്പോൾ എല്ലാ മൂലക്കയിലും നമുക്ക് എന്തുണ്ട്? കോർഡിനേറ്റ് ഉണ്ട്. രണ്ട് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ആ രണ്ട് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം AB എന്ന് പറയുന്ന ലൈൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, BC എന്ന് പറയുന്ന ലൈനിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, CD എന്ന് പറയുന്ന ലൈനിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, AD എന്ന് പറയുന്നതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഡിസ്റ്റൻസ് എല്ലാത്തിൻ്റെയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതെന്താണെന്ന്, ഒരു സ്ക്വയർ ആണെന്ന്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. വീണ്ടും ഞാൻ അപ്പോൾ ആദ്യം AB, എയുടെ കോർഡിനേറ്റ് ഞാൻ എടുത്ത് എഴുതേണ്ടത് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയാണ് 2,1. ബിയുടെ കോർഡിനേറ്റ് ഞാൻ വീണ്ടും എടുത്ത് എഴുതുന്നു -1,2. ശേഷം എ മുതൽ ബി വരെയുള്ളതിന്റെ അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ്. ഈ ഒരു പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് √x2 - x1 all square plus y2 - y1 all square ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ശേഷം ഞാൻ ഇതിനാ വീണ്ടും എഴുതാൻ പോണ്. ഇത് x1, ഇത് y1, x2, y2 അറിയാവുന്ന കാര്യമാണ്. കോൺഫിഡൻസ് കൂട്ടി തെറ്റിച്ചു വെക്കരുത്. ഓക്കെ, then -1 x2 -1 -2 പ്ലസ് റൂട്ടിനെ മറക്കരുത്, നമ്മൾ ഒരിക്കലും ആരും മറക്കരുത്. 2 - 1 all square, then റൂട്ട് -1 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 all square പ്ലസ് എന്താ 1 all square, then -3 × -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 + 1 = √10 ആണ് നമുക്ക് കിട്ടിയത്. √10 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമ്മൾ കണ്ടുപിടിച്ചല്ലേ? ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ എബിയുടെ ലെങ്ത് അങ്ങ് കണ്ടുപിടിച്ച്. ഇതേപോലെ തന്നെ ബി സിയുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. വീണ്ടും നമുക്ക് എഴുതാട്ടോ മക്കളെ. ഞാൻ തൊട്ടപ്പുറത്തെ സൈഡിൽ തന്നെ പേജ് ഒന്നും മാറ്റണില്ല. തൊട്ടപ്പുറത്തെ സൈഡിൽ തന്നെ ബിയുടെ കോർഡിനേറ്റ് ഞാൻ എഴുതാണ്. ബിയുടെ കോർഡിനേറ്റ് -1,2, then സിയുടെ കോർഡിനേറ്റ് -2, -1 ഞാൻ x1 y1 x2 y2 കൊടുത്തു. ശേഷം ഡിസ്റ്റൻസിന്റെ ഫോർമുല ഞാൻ വീണ്ടും എഴുതാം, എനിക്കൊരു മടിയില്ല. x2 - x1 all square plus y2 - y1 all square. ഇനി ഇവിടെ നിന്ന് എഴുതുമ്പോൾ തെറ്റിക്കാണ്ട് എഴുതാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് എന്ത് എഴുതാം? റൂട്ടിന് വരയ്ക്കാം. then x2 എന്ന് പറയുന്ന -2 ആണ്. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ മൈനസിന് ഇടാൻ മറക്കരുത്. ശേഷം അതിന് എന്ത് ചെയ്യുക?
-1 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുന്നത് -1 ആണ്. ദെൻ y1 എന്ന് പറയുന്നത് -2 ആണ് ഹോൾ സ്ക്വയർ എഴുതാം. ശേഷം റൂട്ട് -2 രണ്ട് മൈനസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് നോക്കിയേ -1 -2 കൂട്ടിയിട്ട് അതേ ചിഹ്നം അല്ലേ -3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 1 സ്ക്വയർ -1 സ്ക്വയർ പ്ലസ് ശേഷം നമുക്ക് എന്ത് എഴുതാം 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 1 പ്ലസ് 9 ഈക്വൽ ടു 10. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി. അതായത് ഇവിടെയും റൂട്ട് 10 ആണ്, ഇവിടെയും റൂട്ട് 10 ആണ്. ഇനി വേണമെങ്കിൽ അല്ല സി ഡിയും ചെയ്ത് കൊടുക്കണം, എ ഡിയും ചെയ്ത് നോക്കണം. ഞാൻ തൊട്ടപ്പുറത്തെ പേജ് എടുക്കണം കേട്ടോ. അതിനു മുമ്പ് ആ സിയുടെ കോർഡിനേറ്റ് എഴുതി വെക്കാൻ മറക്കരുത്. സിയുടെ കോർഡിനേറ്റ് എന്തായിരുന്നു? -2, -1 ആയിരുന്നു സിയുടെ കോർഡിനേറ്റ് അല്ലേ? ദെൻ ഡിയുടെ കോർഡിനേറ്റ് എന്തായിരുന്നു? 1, -2 ആണ്. ഡിയുടെ കോർഡിനേറ്റ് 1, -2 ആണ്. ഇതിന് x1 എന്ന് പേര് കൊടുക്കുക, ഇതിന് y1 എന്ന് പേര് കൊടുക്കുക, ഇതിന് x2 എന്ന് കൊടുക്കുക, ഇതിന് y2 എന്ന് കൊടുക്കുക. ഡിസ്റ്റൻസിന്റെ ഫോർമുല ഭംഗിയായിട്ട് എഴുതി വെക്കുക. x2 - x1 all square plus y2 minus y1 all square equal to root 1 minus 2 all square plus ശേഷം നമുക്ക് എന്ത് എഴുതാം? -2 minus -1 all square എന്ന് എഴുതാം അല്ലേ? അപ്പൊ റൂട്ട് ഇവിടെ രണ്ട് മൈനസ് ഒരുമിച്ച് ഒന്ന് പ്ലസ് അല്ലേ? അപ്പോ 3 all square plus -2 minus +1 whole square equal to 9 plus വ്യത്യസ്ത ചിഹ്നം വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിനെ രണ്ടിൽ നിന്ന് കുറച്ച് 1 -1 ഹോൾ സ്ക്വയർ. അതായത് റൂട്ട് 9 + 1 ഈക്വൽ ടു റൂട്ട് 10. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി മക്കളെ? റൂട്ട് 10 ആണെന്നുള്ള കാര്യം നമുക്കിവിടെ കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എയുടെ 2, 1 കേട്ടോ. എയുടെയും ഡിയുടെയും എയുടെ 2, 1 ഡിയുടെ കോർഡിനേറ്റ് നമുക്ക് വന്നത് എത്രയായിരുന്നു മക്കളെ? 1, -2 ചെയ്ത് നോക്കാല. ആദ്യം ഡിസ്റ്റൻസിന്റെ ഫോർമുല റൂട്ട് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ കൊടുക്കുക x1 y1 x2 y2. ഓക്കെ, അപ്പോ -2 ഹോൾ സ്ക്വയർ പ്ലസ് ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് കേട്ടോ. നോക്കാം. 1 - 2 ഹോൾ സ്ക്വയർ പ്ലസ് -2 -1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് -1 ഹോൾ സ്ക്വയർ പ്ലസ് -3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 1 + 9 ഈക്വൽ ടു റൂട്ട് 10. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലായണം മക്കളെ? എല്ലാ സൈഡിന്റെയും ലെങ്ത് റൂട്ട് 10 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു സ്ക്വയർ എന്ന് പറയാൻ പറ്റും അല്ലേ? എല്ലാ സൈഡും ഈക്വൽ അല്ലേ? കഴിഞ്ഞില്ല. ക്യാൻ യു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ? നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഈ സ്ക്വയറിന്റെ ഏരിയ? ബി ചോദ്യത്തിന് പോട്ടെ, ബി ചോദ്യം. ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു ഒന്നില്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് കേട്ടോ മക്കളെ, സൈഡ് ഇൻറ്റു സൈഡ്. അതായത് റൂട്ട് 10 ഇൻറ്റു റൂട്ട് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഒരേപോലത്തെ നമ്പർ റൂട്ടിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ റൂട്ട് ക്യാൻസൽ ആയിട്ട് അതേ നമ്പർ തന്നെ കേട്ടോ. ഓക്കെ, ഇപ്പം എളുപ്പമായിട്ടുള്ള 3 ചോദ്യങ്ങളാണ് നമ്മൾ എടുത്ത്. ഡിസ്റ്റൻസിൻ്റെ ഫോർമുല, മിഡ് പോയിന്റ് ഫോർമുല പഠിച്ചു വെച്ചോ, എന്തായാലും വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യാൻ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.